MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓട്സും വെജിറ്റബിൾസും എല്ലാം ചേർത്ത് നല്ലൊരു ഹെൽത്തിയായ ദോശയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഡയബറ്റീസ് ഉള്ളവർക്കും വണ്ണം കുറയാനും ഡയറ്റിംഗ് ചെയ്യുന്നവർക്കുമൊക്കെ കഴിക്കാവുന്ന നല്ല ഹെൽത്തിയായ ഒരു ദോശയാണ്. ഇതിനായി 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും ചേർക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിന് പകരം പാൽ മാത്രമായിട്ടും ചേർക്കാം. അങ്ങനെയാണെങ്കിൽ 1 കപ്പ് പാൽ ചേർക്കണം. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായി ഉണ്ടാക്കുമ്പോൾ പാൽ മാത്രം ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇത് കട്ടയൊന്നുമില്ലാതെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഇത് മാറ്റി വെക്കാം. 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഓട്സ് നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇനി ഈ ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ക്യാരറ്റ്, 1/4 കപ്പ് ക്യാപ്സിക്കം, 1/4 കപ്പ് തക്കാളി, 1 സവാളയുടെ പകുതി, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില. ഇതെല്ലാം നമുക്ക് ഓട്സിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ബീട്രൂട്ടോ ക്യാരറ്റോ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചേർക്കാം. ഇനി കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച മുട്ടയും കൂടി ചേർക്കാം. നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കോരി ഒഴിക്കുന്ന ഈ പരുവത്തിലാണ് ബാറ്റർ വേണ്ടത്. ബാറ്റർ തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളമോ പാലോ ഒഴിച്ച് ലൂസാക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഈ പാനിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മാവൊഴിച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ഇത് മറിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡ് കൂടി വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാം തയ്യാറാക്കിയെടുക്കാം. വേണമെങ്കിൽ ഓയിലിന് പകരം കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. കട്ടിയായിട്ടുള്ള ഒരു ദോശയായിട്ട് വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം. അതുപോലെ ഇതിൽ ചേർക്കുന്ന വെജിറ്റബിൾസ് ഞാൻ പറഞ്ഞത് തന്നെ ചേർക്കണമെന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം.
ഇപ്പോൾ നമ്മുടെ ഹെൽത്തിയായ ഓട്സ് ദോശ റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. അതുപോലെ നല്ല സോഫ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.